ശരി, അതുപോലെ നമുക്ക് ഈ KSRTC കഴിഞ്ഞ ശേഷം അതിലേക്ക് വരാൻ തോന്നുന്നു. ഞാൻ ശ്രീ NP ചെക്കുട്ടിയിലേക്ക് പോകുന്നു. ശ്രീ NP ചെക്കുട്ടി, ഇപ്പോൾ KSRTC ഇപ്പോൾ ലാഭത്തിലാക്കി എന്നുള്ള അവകാശവാദമാണ്. ലാഭത്തിലാക്കി എന്ന് പറയുമ്പോൾ അതെങ്ങനെ ലാഭത്തിലാക്കി എന്ന ചോദ്യത്തിൽ ഒരുപാട് തൊഴിലാളികളെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ലാഭത്തിലാക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. ഇപ്പോൾ ശമ്പളം നൽകുന്നുണ്ട്, പക്ഷേ പകുതി പകുതിയാണ് ശമ്പളം നൽകുന്നത് എന്നുള്ള വാർത്തയും നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാലും ഈ UDF കാലത്തെ KSRTCയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിരുന്ന അത്ര പ്രശ്നം ഇപ്പോൾ KSRTC തൊഴിലാളികളിൽ നിന്നും കേൾക്കുന്നില്ല. ഇപ്പോൾ വലിയ സമരങ്ങൾ അതൊന്നും നമ്മൾ കേൾക്കുന്നില്ല. അപ്പോൾ അതിന് വലിയൊരു തിരിച്ചടിയാകും ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം നടപ്പാക്കിയാൽ എന്നാണ് ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി പറയുന്നത്. സ്ത്രീ യാത്രക്കാർക്ക് യാത്ര സൗജന്യമാക്കിയാൽ 50 കോടി രൂപ കൂടി സർക്കാർ അധികമായി നൽകേണ്ടി വരും എന്നാണ് മന്ത്രിയുടെ പ്രതികരണം. സ്ത്രീകൾക്ക് സൗജന്യം നൽകുന്നു എന്നുള്ളത് ഒരു 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 സന്ദേശമായി, ഒരു മെസ്സേജായി എടുക്കാവുന്ന ഒരു വിഷയമല്ലേ? മറ്റൊന്ന്, പൊതുഗതാഗത സംവിധാനം എന്നുള്ളത് എപ്പോഴും ലാഭത്തിലാക്കി പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമാണ് എന്ന തരത്തിലുള്ള ആശയത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അതെ, നമ്മൾ ഇത് എന്തെങ്കിലും ഒരു കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ തകർത്ത് കളയും എന്ന മട്ടിലുള്ള ഒരു വ്യാഖ്യാനത്തിൽ അർത്ഥമില്ല. നമ്മൾ കേരളത്തിലുള്ള സ്ത്രീകൾക്ക് തന്നെയാണ് ഈ ആനുകൂല്യങ്ങൾ നൽകുന്നത്. അപ്പം യഥാർത്ഥത്തിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് KSRTC യാത്ര കൊടുക്കുകയാണെങ്കിൽ അത് കർണാടക പോലെ സംസ്ഥാനങ്ങളിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, ഇപ്പം തെലുങ്കാനയിലും ആ തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ ദക്ഷിണേന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ട് ഉള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ആ സംസ്ഥാനങ്ങളൊന്നും അറബിക്കടലിൽ ആണ്ടുപോയിട്ടില്ല. അവരൊക്കെ തന്നെ വളരെ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാത് സംസ്ഥാനങ്ങളിലെ സ്ത്രീകൾക്ക് സാമ്പത്തികമായിട്ട് ഒരു വലിയ നേട്ടം കിട്ടുന്ന, അല്ല അവരുടെ കയ്യിലുള്ള റിസർവ് ആയിട്ടുള്ള ക്യാഷ് വലിയ തോതിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം വരാണ്. ഒരു ദിവസം ഒരു 50 രൂപ സേവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 500 രൂപയെങ്കിലും ഒരു മാസം ഒരു സ്ത്രീക്ക്, അല്ലെങ്കിൽ ഒരു 1000 രൂപ വരെയൊക്കെ ഒരു സ്ത്രീക്ക് ഈ ഇനത്തിൽ സേവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ എമൗണ്ട് ഇതേ സംസ്ഥാനത്തുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെടും. അവർ കൂടുതൽ നല്ല ഭക്ഷണം വാങ്ങിച്ച് കഴിക്കും, കൂടുതൽ നല്ല വസ്ത്രങ്ങൾ വാങ്ങിച്ചു ധരിക്കും. ആ തരത്തിൽ കേരളത്തിൻ്റെ ഇക്കോണമിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന മറ്റു മേഖലകളിൽ ആ പണം ഇൻവെസ്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് ഈ പണം എവിടെയും പോകണില്ല. ഈ പണം ആരുടെയും തലാണയ്ക്കടിയിലേക്കല്ല പോകുന്നത്, മറിച്ച് നമ്മുടെ കേരളത്തിൻ്റെ ഇക്കോണമിയെ ശക്തിപ്പെടുത്തുന്ന, കേരളത്തിൻ്റെ ഇക്കോണമിയിൽ വലിയ ഒരു വൈബ്രൻസി കൊണ്ടുവരുന്ന, കേരളത്തിൽ ഇതുവരെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ കൂടുതൽ വാങ്ങൽ ശേഷി നൽകുന്ന ഒരു പ്രക്രിയയാണിത്. അപ്പോൾ അതിനകത്ത് KSRTCയെ സംബന്ധിച്ചിടത്തോളം KSRTCക്ക് വരാൻ പോകുന്ന വരുമാന നഷ്ടം, അത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അത് സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ അങ്ങനെ വരുന്ന വരുമാന നഷ്ടത്തെ നികത്താൻ ആവശ്യമായിട്ടുള്ള തരത്തിലൊരു എമൗണ്ട് അത് എത്രയാണോ അതിനകത്ത് വരുന്നത് ആ വിടവ് നികത്തുന്ന രൂപത്തിലുള്ള ഒരു സപ്പോർട്ട് നമ്മുടെ ബഡ്ജറ്ററി ആയിട്ട് സർക്കാർ കൊടുക്കണം. അത് കൊടുക്കുന്നതിൽ കുഴപ്പമുണ്ടാവില്ല. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ വരുമാന വർധനവ് ഉണ്ടാവുന്നുണ്ട്, നമ്മുടെ ടാക്സ് വർധനവ് ഉണ്ടാകുന്നുണ്ട്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവിലുള്ള നികുതി വരുമാനം വർദ്ധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ വരുമാനം സാധാരണ നിലയിൽ എപ്പോഴും നമ്മളിപ്പം നമ്മുടെ വികസന പദ്ധതികൾ എന്ന് പറയുന്നതിൻ്റെ സ്വഭാവം നോക്കൂ. അപ്പോൾ ഞാൻ ഈ കേരള സർക്കാരിൻ്റെ ഈ പരസ്യങ്ങൾ നിരന്തരമായിട്ട് നോക്കിയായിരുന്നു. കേരള സർക്കാർ ഈ പത്രങ്ങളിൽ കൊടുക്കുന്ന ഡെയിലി 5, 6, 7 പേജ് പരസ്യങ്ങൾ കൊടുക്കുന്നു, ഇപ്പോൾ TV കൊടുക്കുന്നു. അതിനൊക്കെ വേണ്ടി വരുന്ന പണമില്ലേ, ആ പണം യഥാർത്ഥത്തിൽ അത്രത്തോളം പരസ്യം വഴി നമ്മൾ കൊടുക്കേണ്ടതുണ്ടോ? അത് പക്ഷേ UDF കാലത്തെ പരസ്യത്തിന് ചെലവാക്കിയ കോടികളുടെ കണക്ക് തിരിച്ചുള്ള മറുപടിയായി പറയുന്നുണ്ട്. അതെ, UDF കാലത്തെ കണക്കിൽ ഞാൻ ചോദിക്കട്ടെ, UDF കാലത്ത് ഒരു 10, 5, 6 വർഷത്തിനിടയിൽ ഉണ്ടായിരുന്ന ചില തെറ്റായിട്ടുള്ള സംഗതികൾ, ചിലപ്പോൾ ഏതോ ലോഡ് ഷെഡിങ്ങിൻ്റെ വാർത്ത എടുത്തു, അങ്ങനെ കണ്ട് ഏറ്റവും നെഗറ്റീവായ വാർത്തകളെല്ലാം ഒരു 5 കൊല്ലത്തിനിടെ എല്ലാം നുള്ളിപ്പെറുക്കി എടുത്തിട്ട് ഒരു പേജിൽ കെട്ടി വെച്ചിട്ട് നാട്ടുകാർക്ക് പരസ്യം കൊടുക്കുക, പരസ്യമായിട്ട് പ്രചരിപ്പിച്ചിട്ട് അതിനു വേണ്ടി ലക്ഷങ്ങൾ കൊടുക്കുക. അപ്പോൾ അതിനൊന്നും പണച്ചെലവുള്ള വിഷയമല്ലേ? അപ്പോൾ ആ തരത്തിൽ അത് ധൂർത്ത് മാത്രമല്ല, അത് സാമൂഹിക വിരുദ്ധമായിട്ട് ഒരു കാര്യമാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായിട്ടും താറടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നു. അതിന് നമ്മൾ പണം ചെലവാക്കുന്നുണ്ട്. ആ പണം ചെലവാക്കുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് ഈ നാട്ടിലെ സ്ത്രീകൾ, തൊഴിലെടുത്ത് പോകുന്ന സ്ത്രീകൾ, മറ്റാവശ്യങ്ങൾക്ക് പുറത്തിറങ്ങുന്ന സ്ത്രീകൾ, അവർക്കൊരു ചെറിയ ആനുകൂല്യം ഒരു മുന്നണി പ്രഖ്യാപിക്കുമ്പോൾ അത് നടപ്പിലാവുക, അത് ഇരുണ്ട കാലത്തേക്കുള്ള തിരിച്ചുപോക്കാണ് എന്ന മട്ടിലുള്ള ഈ പ്രഖ്യാപനം ഉണ്ടല്ലോ, അത് തീർത്തും ശരിയല്ല. മാത്രമല്ല, നമ്മുടെ വികസന മേഖലകളിൽ തന്നെ പൊതുവിൽ ഇപ്പോൾ കാണുന്നൊരു കാര്യം, എലീറ്റായിട്ടുള്ള
എലീറ്റ് ക്ലാസ്സിന് കൂടുതൽ പ്രാധാന്യം നൽകുക, കോർപ്പറേറ്റ് കമ്പനികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോക്കസ് മുഴുവനായും അപ്പർ മിഡിൽ ക്ലാസ്സിന് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കേരളത്തിലുണ്ടായിരുന്ന ഒരു വലിയ പുതിയ തീവണ്ടി ഗതാഗതം ഇത് മറ്റേ കേരളത്തെ തകർത്തുകൊണ്ടുണ്ടായിരുന്ന ഒരു തീവണ്ടി ഗതാഗതം, അത് കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ ഉള്ളത്, അത് മുഴുവനും ഈ എലീറ്റ് ക്ലാസ്സിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വികസന പദ്ധതികളാണ് ഇവർ ആവിഷ്കരിച്ചത്. അതിന് വ്യത്യസ്തമായിട്ട് സാധാരണക്കാരന് കൂടുതൽ ആനുകൂല്യം കിട്ടുന്ന, സാധാരണക്കാരന് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ച സമയത്ത് അതിനോട് നെഗറ്റീവായിട്ട് പെരുമാറുന്നത് തന്നെ ശരിയല്ല. എനിക്ക് തോന്നുന്നു ഇത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടപ്പിലാക്കിയിട്ടുള്ളതാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ സംഗതി കേരളത്തിൽ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടില്ല. കേരളത്തിലും വരുമാനമുണ്ട്, കേരളത്തിലും ജനങ്ങളെ സംബന്ധിച്ച് അളവ് നികുതി കൊടുക്കുന്നുണ്ട്. ആ നികുതിയിൽ ഒരു പങ്കെങ്കിലും ഏറ്റവും പാവപ്പെട്ട കൂട്ടർ കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ഇവർ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വ്യത്യാസം. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.